ഹലോ ഹായ് വെൽക്കം ബാക്ക്. നമ്മളോടൊരു 6 മാർക്കിലൊക്കെ ചോദിക്കാൻ വേണ്ടി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ലൈവ് ടി വി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു 5 മിനിറ്റ് മതി എന്താ പരിപാടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല മക്കളെ, ലൈവ് ടി വി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. ഈ യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്ന യൂട്യൂബേഴ്സ് അല്ലേ, അത് ഇതിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ്. പണ്ട് കാലത്ത് ടി വി, പണ്ട് എന്ന് പറയുമ്പോൾ ഒരു 10 വർഷം മുന്നേക്കെ ആണോ, അല്ലെങ്കിൽ ഒരു 5 to 10 വർഷം മുന്നേക്കെ ടി വിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം നടക്കുന്ന സമയത്ത് ലൈവായിട്ട് ഒരു അവതാരകന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന, വളരെ എൻഗേജിങ് ആയ ഭാഷയിൽ സംസാരിക്കുന്നതാണ് ലൈവ് ടി വി റിപ്പോർട്ട്. ഇതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇത് സംസാരിക്കുന്നതിന് കുറച്ച് രീതികളുണ്ട്. അതൊന്നും നമ്മൾ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ടി വി റിപ്പോർട്ടിൻ്റെ ഒരു മാർക്ക് എവിടെയും പോകില്ല. ഒന്നാമത്തെ കാര്യമല്ലേ, നമ്മൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ആളുകൾ അതിലേക്ക് കൊണ്ടുവരിക, എങ്ങനെയാണ് ആളുകൾ അതിൽ അഡ്രസ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ഈവനിങ് എന്നോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇനി നെക്സ്റ്റ് ഓൺ അവർ ഡാഷ് പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ ഞാനൊരു ഇൻഫോർടൈൻമെൻറ്റ് ടുഡേ എന്നോ, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ പ്രാദേശിക വാർത്തകളെന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒരു പേര് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഫൺ 24/7, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഫൺ 24/7 അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒരു പേര് കൊടുക്കാം. വി ഹാവ് രാമു. ഇനി അടുത്തതായിട്ട് നമ്മുടെ റിപ്പോർട്ടറുടെ പേരാണ് കൊടുക്കേണ്ടത്. ആരാണ് ഈ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അയാളുടെ പേര് കൊടുക്കുക. റിപ്പോർട്ടിംഗ് ലൈവ് ഓൺ ദ സ്റ്റോറി ഡാഷ് ഫ്രം ഡാഷ് പ്ലേസ്. ഈ സ്റ്റോറി എന്ന് പറയുന്നതില്ലേ, അയാൾ എന്താണ് അവിടെ എടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ട്രിപ്പ് ഓഫ് ലഹോൾ ആണെന്നുണ്ടെങ്കിൽ ബലൂണ് പറക്കുന്നതായിരിക്കും അവിടുത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ അവിടെ നടക്കുന്നത് അത് അവിടെ കൊടുക്കുക. എന്ന സ്ഥലത്തിൻ്റെ പേരും കൊടുക്കുക. ഇത് എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. നിങ്ങൾ എന്താണ് ഇപ്പോൾ ജസ്റ്റ് എന്തൊരു കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിലും, അതിപ്പോൾ എന്തോ ഒരു കൗതുകമുള്ള കാര്യമായിരിക്കും, അത് മിക്കവാറും നമ്മുടെ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ലൈവ് ടി വി റിപ്പോർട്ട്. അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ട ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ലൈവ് ടി വി റിപ്പോർട്ട് ചെയ്യുമെന്നൊന്നും ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. മിക്കവാറും കേസുകൾ ട്രിപ്പ് ഓഫ് ലഹോളയിൽ നിന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ഡാഷ് ടി വി. നമ്മുടെ ടി വിയുടെ പേര് പറയാം. ടു വാച്ച് ദ ലൈവ് ടെലികാസ്റ്റ് ഓഫ് ദ ഷോ ഡാഷ് പ്രോഗ്രാം. ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത്രയെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. വി ആർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഡാഷ് പ്ലേസ്. എവിടെയാണോ അത് നടക്കുന്നത്, എവിടെയാണോ നമ്മളിപ്പോൾ എയർ ബലൂൺ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങളുള്ളത് ആ സ്ഥലം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം പറയാം. ദിസ് ഈസ് അൺഡൗട്ടഡ്ലി എ സ്റ്റണ്ണിങ് സൈറ്റ് ടു വാച്ച് ആൻഡ് ഐ എം ഷുവർ ദിസ് വുഡ് ബ്ലോ യുവർ മൈൻഡ് ഇഫ് യു വർ ഹിയർ. ഇത് നമുക്ക് എന്തിലും യൂസ് ചെയ്യാം. ഈ വരി അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു പോയാൽ മതി. ഈ കാണുന്ന കാഴ്ച ഘനഗംഭീരമായ ഒരു കാഴ്ചയാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വാ പൊളിച്ചു പോകും എന്നാണ് പറഞ്ഞത്. അത് അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളോട് ലൈവ് ടി വി റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ചോദിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ധൈര്യമായിട്ട് എഴുതാം. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ഓൾറെഡി സറൗണ്ടഡ് ഹിയർ ആൻഡ് വിറ്റ്നസ് ദിസ് മാർവൽ. ഇനി അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ചുമ്മാ അങ്ങോട്ട് പറയാം ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന്. കാരണം ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാർ വരുന്ന പരിപാടിയുടെ ലൈവ് ടി വി റിപ്പോർട്ട് എഴുതാനേ നമ്മളോട് ചോദിക്കുള്ളൂ. അപ്പം ഇതും നമുക്ക് എല്ലാ ലൈവ് ടി വി റിപ്പോർട്ടിലും തള്ളാൻ പറ്റും. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ഓൾറെഡി സറൗണ്ടഡ് ഹിയർ ടു വിറ്റ്നസ് ദിസ് മാർവൽ. ഈ അത്ഭുതത്തെ കാണാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് ആൾക്കാർ ഓൾറെഡി തിരക്കി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ക്വൈറ്റ് ഫാന്റാസ്റ്റിക് ആൻഡ് ഷുവർലി എ വിഷ്വൽ ട്രീറ്റ് ടു യുവർ ഐസ്. ഇതും നമുക്ക് തള്ളാൻ പറ്റുന്ന സാധനമാണ്. ദിസ് ഈസ് ക്വൈറ്റ് ഫാന്റാസ്റ്റിക് ആൻഡ് ഷുവർലി എ വിഷ്വൽ ട്രീറ്റ് ടു അവർ ഐസ്. ഇത് കാണുന്ന ആൾക്കാരോട് പറയാം, ഇത് കണ്ണുകൾക്ക് ഒരു കുളിർമയാണ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കണ്ണുകൾക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആണെന്നൊക്കെ പറയുന്നത് ചുമ്മാ അങ്ങോട്ട് തട്ടിവിടുക. ഓക്കെ, ഇനിയാണ് അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് നമ്മൾ എഴുതേണ്ടത്. ഇത്രയൊക്കെ നമുക്ക് എല്ലാത്തിലും എഴുതാം. പക്ഷേ ഈ ഭാഗമല്ലേ, അവിടെ എന്താ നടന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇവന്റ് എന്താണ്, അവിടെ എന്താണോ നടന്നത് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ അവസാനത്തിലേക്ക് വരുമ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ നൗ. എല്ലാ ചാനലുകളും എങ്ങനെയാണ്, നമ്മൾ യൂട്യൂബിൽ കാണുന്ന സമയത്തും അവരും അങ്ങനെ തന്നെ പറയുന്നത്, നാളെ ഇതേ സമയം വീണ്ടും കാണാം, അതുവരെ ഗുഡ് ബൈ, സൈനിങ് ഓഫ് എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ നൗ. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബട്ട് വി വിൽ ഷുവർലി, ഈ ഭാഗമല്ലേ ഇതെല്ലാം ലൈവ് ടി വി റിപ്പോർട്ടിൽ എഴുതാൻ വേണ്ടി പറ്റും. ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ നൗ, ബട്ട് വി വിൽ ഷുവർലി കം ബാക്ക് വിത്ത് മോർ എക്സൈറ്റിംഗ് ന്യൂസ് ഫോർ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.
നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓഫ് ഡാഷ് പ്രോഗ്രാം. നമ്മൾ നേരത്തെ ഇൻഫോർടൈൻമെന്റ് ടുഡേ എന്നുള്ളതാണ് കൊടുത്തത്. എന്തോ മാങ്ങാത്തൊലി ആവട്ടെ, എന്തോ മാങ്ങാത്തൊലി പ്രോഗ്രാം. അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് അസ്. ഇപ്പം നിങ്ങൾ കാണുന്നതിൽ നന്ദി, നമസ്കാരം, വീണ്ടും വരും, സൈനിങ് ഓഫ് എന്നൊക്കെ നമുക്ക് പറയാം. വിത്ത് ക്യാമറമാനോന്റെ പേര് കൊടുക്കുക. സൈനിങ് ഓഫ്. നെയിം ഓഫ് ദ റിപ്പോർട്ടർ നമ്മൾ നേരത്തെ കൊടുത്തത് രാമുവാണ്. ഇത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലൈവ് TV റിപ്പോർട്ട് മിക്കവാറും ട്രിപ്പ് ഓഫ് ലഹോളയിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കൗതുകമുള്ള ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലൈവ് TV റിപ്പോർട്ട് ചോദിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. പ്രോഗ്രാമിൻ്റെ പേര് പറയുക, റിപ്പോർട്ടറുടെ പേര് പറയുക, സ്റ്റോറി എന്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയാം, എവിടെയാണ് സ്ഥലം എന്നുള്ളത് പറയാം, എന്നിട്ട് വെൽക്കം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുക. നമ്മൾ ആ സ്ഥലത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ഈ 3 സാധനങ്ങൾ കയ്യിൽ നിന്നിട്ട് കാച്ചുക. ദിസ് ഇസ് അൺഡൗട്ടഡ്ലി എ സ്റ്റണ്ണിങ് സൈറ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് തട്ടിവിട്ടിട്ട് അവിടെ നടന്ന ഇവന്റ് എന്താണെന്ന് പറയാം. ഈ ഇവന്റ് എഴുതാതെ ഇത് മാത്രം എഴുതിയ കാര്യമില്ല കേട്ടോ, മാർക്ക് കിട്ടും എന്തായാലും. പക്ഷെ എന്താ കാര്യം അവിടെ നടക്കുന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യുക. അതൊരു 2-3 സെന്റൻസുകളാക്കിയിട്ട് എഴുതുക. എന്നിട്ട് വൈൻഡപ്പ് ചെയ്യുക. ഇത്രയും എഴുതിയാൽ മതി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈൻഡപ്പ് ഫോർ നൗ, ബട്ട് വി വിൽ ഷുവർലി കം ബാക്ക് വിത്ത് മോർ എക്സൈറ്റിംഗ് ന്യൂസ്. സൈനിങ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറാമാൻ നിങ്ങളുടെ റിപ്പോർട്ടറുടെ പേരും കൊടുക്കുക. ഇവിടെ ട്രിപ്പ് ഓഫ് ലഹോളയിൽ നിന്ന് ഞാനൊരു TV റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഇത്ര എഴുതിയാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും അതിൽ എക്സ്ട്രാ അഡീഷണലി ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആവോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത സംഭവം സെറ്റാ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ലൈവ് TV റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു 6 മാർക്കിന് നിങ്ങളോട് ചോദിക്കും. 5 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഒരു ഡിസ്കോസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.